PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരാഫെഡ് അസിസ്റ്റൻ്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിലബസിൽ വരുന്ന ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രജിസ്ട്രാർ, പവേഴ്സ് ഓഫ് രജിസ്ട്രാർ, ഫങ്ഷണൽ രജിസ്ട്രാർസ് ഇൻ കേരള. കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യം രജിസ്ട്രാർ, RCS. രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരിക്കണം. RCS IAS ഓഫീസർ ആയിരിക്കണം എന്ന് പറഞ്ഞത് VL മേത്ത കമ്മിറ്റിയാണ്. VL മേത്ത കമ്മിറ്റിയാണ് RCS IAS ഓഫീസർ ആയിരിക്കണമെന്ന് നിർദ്ദേശിച്ചത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 3 രജിസ്ട്രാറെ കുറിച്ച് പറയുന്നത്. രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ നിയമനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് സംസ്ഥാന സഹകരണ നിയമം വകുപ്പ് 3 രജിസ്ട്രാർ ഈസ് ദ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഫോർ കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിൻ്റെ ഫ്രണ്ടാണ്, ഫിലോസഫറാണ്, ഗൈഡാണ് രജിസ്ട്രാർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 രജിസ്ട്രാർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ് രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പറയുന്നു ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. രജിസ്ട്രാറുടെ ചുമതലകൾ പൂർണ്ണമായോ ഭാഗികമായോ ഏതൊരു വ്യക്തിയിലേക്കും ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഇങ്ങനെ പറയുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 രജിസ്ട്രാറുടെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ P സംസ്ഥാന സഹകരണ നിയമം വകുപ്പ് 2P രജിസ്ട്രാറുടെ ഡെഫിനിഷൻ പറയുന്നത്. ഇനി പവേഴ്സ് ഓഫ് രജിസ്ട്രാർ നോക്കാം. റൈറ്റ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു കൊടുക്കാനുള്ള അധികാരമുള്ളത് രജിസ്ട്രാർക്കാണ്. രജിസ്ട്രാർ ഈസ് എ സോൾ അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അക്കോർഡിംഗ് ടു റൂൾ 6 ഈസ് കോമ്പീറ്റൻറ്റ് ടു ഫ്രെയിം മോഡൽ ബൈലോ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബൈലോയുടെ മോഡൽ ഫ്രെയിം ചെയ്യുന്നത് രജിസ്ട്രാറാണ്. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ രജിസ്റ്റർ ചെയ്യുന്നതാണ് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ബൈലോയുടെ മോഡൽ ഫ്രെയിം ചെയ്യുന്നത് രജിസ്ട്രാറാണ്. രജിസ്ട്രാർ ഫ്രെയിം ചെയ്യുന്ന മോഡൽ ബൈലോയ്ക്കനുസരിച്ച് ചീഫ് പ്രൊമോട്ടർ ഒരു ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്നു. അത് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ആ ഒരു ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്ക് തന്നെയാണ്. മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് റൈറ്റ് ടു അമെൻഡ് ബൈലോ. റൈറ്റ് ടു വൈൻഡ് അപ്പ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. അതുപോലെ ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്ക് തന്നെയാണ്. കോമ്പീറ്റൻറ്റ് അതോറിറ്റി അണ്ടർ KCS Act to wind up or dissolve society is the registrar. ഒരു സഹകരണ സംഘത്തിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം 25 താഴെ വരുന്ന കേസിലും, നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് മിനിമം 25 ആൾക്കാർ ഉണ്ടാവണം. അതിൽ താഴെ വരികയാണെങ്കിലോ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലുമൊക്കെ ആ ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. ഇത് കൂടാതെ സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറിക്കനുസരിച്ച് സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ, സൊസൈറ്റിയുടെ 4/3 മെമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ, ഈ കേസുകളിലൊക്കെ രജിസ്ട്രാർക്ക് ആ ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതും RCS ആണ്.
കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ദ RCS ഹാസ് റൈറ്റ് ടു സൂപ്പർസീഡ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 32 പ്രകാരം KCS ആക്ടിൻ്റെ സെക്ഷൻ 32 പ്രകാരം ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ഡീൽ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും മോണിറ്ററി ഡിസ്പ്യൂട്ടും. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് പോകേണ്ടത് രജിസ്ട്രാറുടെ മുമ്പിലാണ്. അപ്പോൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഡീൽ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാറാണ്. ആർബിട്രേറ്റർ, ലിക്വിഡേറ്റർ, സെയിൽ ഓഫീസർ ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RCS ആണ്. ആർബിട്രേറ്റർ, ലിക്വിഡേറ്റർ, സെയിൽ ഓഫീസർ ഈ ഓഫീസേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്കുണ്ട്. റൈറ്റ് ടു കണ്ടക്ട് ഇൻക്വയറി, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 65 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മേൽ എൻക്വയറി നടത്താനും സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ നടത്താനുമുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. സെക്ഷൻ 68 പ്രകാരമുള്ള സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണ് എങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. ദ റൈറ്റ് ടു ഡിക്ലെയർ സൊസൈറ്റി ആസ് ആൻ അപ്പെക്സ് സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റിയെ ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാറോ ഗവൺമെൻറ്റോ ആണ്. എന്നാൽ അപ്പെക്സ് സൊസൈറ്റീനെ ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഓഫ് എ ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ബൈ രജിസ്ട്രാർ. ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അഥവാ പാക്സ്, അതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈ ബാങ്കുകൾ അതിൻ്റെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതിന് രജിസ്ട്രാറുടെ പെർമിഷൻ വേണം. രജിസ്ട്രാറുടെ പെർമിഷനോടുകൂടി മാത്രമേ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും അതിൻ്റെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നത് രജിസ്ട്രാറാണെന്ന് നമ്മൾ പഠിച്ചു. ആ ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്കുണ്ട്. രജിസ്ട്രാർ ക്യാൻ ക്യാൻസൽ ആൻ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് എനി ടൈം ഇഫ് ഹി തിങ്ക് സോ. ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണ്. അതുപോലെ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്ക് തന്നെ. ഒരു സംസ്ഥാനം മുഴുവൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്നത് രജിസ്ട്രാറാണ്. അദ്ദേഹത്തിന് കീഴിൽ അഡീഷണൽ രജിസ്ട്രാർസ്, ജോയിൻ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർസ്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്നിവരുണ്ട്. RCSന് കീഴിലുള്ള അഡീഷണൽ രജിസ്ട്രാർമാരും ജോയിൻ്റ് രജിസ്ട്രാർമാരും RCSൻ്റെ പൂർണ്ണ അധികാരമുള്ള ഉദ്യോഗസ്ഥരാണ്. ജോയിൻ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത് ജില്ലാ അധികാരിയാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജില്ലാ തലത്തിലുള്ള അധികാരിയാണ് ജോയിൻ്റ് രജിസ്ട്രാർ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ താലൂക്ക് തലത്തിലുള്ള അധികാരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഡീഷണൽ രജിസ്ട്രാർമാർക്കും ജോയിൻ്റ് രജിസ്ട്രാർമാർക്കും രജിസ്ട്രാറുടെ എല്ലാ അധികാരങ്ങളുമുണ്ട്. RCSൻ്റെ എല്ലാ അധികാരമുള്ള ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഡെപ്യൂട്ടി രജിസ്ട്രാർമാർക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 32, 71 സബ്സെക്ഷൻ 1, 71 സബ്സെക്ഷൻ 3, 87 എന്നീ വകുപ്പുകൾ ഉപയോഗിക്കുവാനുള്ള അധികാരമില്ല. നമുക്കറിയാം സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി, 71 വൈൻഡിങ് അപ്പാണ്, 87 പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാറാണ് പറയുന്നത്. ഈ 3 വകുപ്പ് ഉപയോഗിക്കാനുള്ള അധികാരം ഡെപ്യൂട്ടി രജിസ്ട്രാർക്കില്ല. അതുപോലെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർക്ക് സെക്ഷൻ 29(2), 30, 63, 64, 65, 66, 67, 69, 70, 75, 76 എന്നീ വകുപ്പുകൾ ഉപയോഗിക്കാനുള്ള അധികാരമില്ല. ഈ പറഞ്ഞ വകുപ്പുകൾ ഒഴികെ ബാക്കി എല്ലാ അധികാരങ്ങളും RCSൻ്റെ ബാക്കി എല്ലാ അധികാരങ്ങളും അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്കും ഡെപ്യൂട്ടി രജിസ്ട്രാർക്കും ഉണ്ട്. അഡീഷണൽ രജിസ്ട്രാർ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് നോക്കാം.
the person or the official to perform the right to service act in the office of the registrar's office. രജിസ്ട്രാറുടെ ഓഫീസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, രജിസ്ട്രാറെ അസിസ്റ്റ് ചെയ്യാൻ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. അവർ ക്രെഡിറ്റ്, കൺസ്യൂമർ, ജനറൽ, ICDP ഇങ്ങനെ 4 മേഖലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. രണ്ടാമത്തെ കേസ്, 2 election commissioners are appointed for assisting chief election commissioner not below the rank of additional registrar. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അഡീഷണൽ രജിസ്ട്രാർമാരും. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനിലും അഡീഷണൽ രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നു. കൂടാതെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് അഡീഷണൽ രജിസ്ട്രാറാണ്. The rank of Secretary of State Cooperative Union is Additional Registrar. State Cooperative Employees Welfare Boardൻ്റെ സെക്രട്ടറിയും അഡീഷണൽ രജിസ്ട്രാറാണ്. കൂടാതെ സെക്ഷൻ 80A പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പെൻഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയും അഡീഷണൽ രജിസ്ട്രാറാണ്. അടുത്തത് ജോയിൻ്റ് രജിസ്ട്രാർ. ഡിസ്ട്രിക്റ്റ് വൈസ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ജോയിൻ്റ് രജിസ്ട്രാർ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ജോയിൻ്റ് രജിസ്ട്രാറാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് അപ്പോയിൻറ്റ് എ ഇലക്ഷൻ കമ്മീഷണർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻ്റ് രജിസ്ട്രാർ. ഡിസ്ട്രിക്റ്റ് തലത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുമ്പോൾ അദ്ദേഹം ജോയിൻ്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് തലത്തിൽ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ജോയിൻ്റ് രജിസ്ട്രാറാണ്. അടുത്തത് സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ബോർഡ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ബോർഡിൻ്റെ സെക്രട്ടറി ജോയിൻ്റ് രജിസ്ട്രാറാണ്. ചെയർമാൻ ഓഫ് DLMRC ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററി ആൻഡ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജോയിൻ്റ് രജിസ്ട്രാർ. സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ സെക്രട്ടറി ജോയിൻ്റ് രജിസ്ട്രാറാണ്. Arbitrator in the case of area of operation more than one taluk and monetary dispute 25 lakhs to 40 lakhs. മോണിറ്ററി ഡിസ്പ്യൂട്ട് 25 ലക്ഷത്തിനും 40 ലക്ഷത്തിന് ഇടയിൽ വരികയും ആ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിൽ കൂടുതലും ഉള്ള കേസിൽ ആർബിട്രേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ജോയിൻ്റ് രജിസ്ട്രാറാണ്. അടുത്തത് ഡെപ്യൂട്ടി രജിസ്ട്രാർ. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. പ്രിൻസിപ്പാൾ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. ദ റാങ്ക് ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാൾ ഈസ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ദ പേഴ്സൺ ഓർ ദ ഒഫീഷ്യൽ ടു പെർഫോം ദ റൈറ്റ് ടു സർവീസ് ആക്ട് ഇൻ ദ ഓഫീസ് ഓഫ് ദി ജോയിൻ്റ് രജിസ്ട്രാർ. ജോയിൻ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ വർക്ക് ചെയ്യുന്നുണ്ട്. ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറിയും ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ നമുക്കറിയാം താലൂക്ക് ലെവലിലുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വാല്യുവേഷൻ ഓഫീസറായും അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ പ്രവർത്തിക്കുന്നു. ദ പേഴ്സൺ ഓർ ഒഫീഷ്യൽ ടു പെർഫോം ദ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ 15 lakhs to 25 lakhs. 15 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ള മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 25 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ വൺ താലൂക്ക് ഉള്ള സൊസൈറ്റികളുടെ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ജോയിൻ്റ് രജിസ്ട്രാറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റികളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും ഫങ്ഷണൽ രജിസ്ട്രാർ എന്ന് തന്നെയാണ് പറയുന്നത്. കയർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഹെഡാണ് ഡയറക്ടർ ഓഫ് കയർ ഡെവലപ്മെൻറ്റ്. ഡയറക്ടർ ഓഫ് കയർ ഡെവലപ്മെൻറ്റ് ഫങ്ഷണൽ രജിസ്ട്രാർ തന്നെയാണ്. ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഹെഡ് ഡയറക്ടർ ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ്. ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഹെഡ് ഡയറക്ടർ ഓഫ് ഫിഷറീസ്. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡയറക്ടർ ഓഫ് ഡയറി. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി സെക്രട്ടറി ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഹെഡ് സെക്രട്ടറിയാണ്, സെക്രട്ടറി ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി.
All industrial and other cooperative societies including sugar mills, Director of Industries and Commerce. All tourism and hospitality cooperative societies, അതിൻ്റെ ഹെഡ് ഡയറക്ടർ ടൂറിസം. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും ഫങ്ഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ആൻഡ് ഫങ്ഷണൽ രജിസ്ട്രാർസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്